ആശാനെ മുത്തു. ഇന്ന് കാശ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളടാ. ഇനിയിപ്പോ തൽക്കാലം ഇപ്പൊ അങ്ങനെ മാറിയില്ല. அந்த பீட்டங்கடா அந்த பீட்டர் பையன் வந்துட்டு அவன் கிட்ட சொல்லு இந்த முத்து காசு கொடுத்திருந்தா அது வாங்கவும் தெரியும். ஏ செல்லம், நான் வந்துட்டு இருக்கடே, நீ ரெடி தானே? டேய், யார் அது? എടോ പീറ്ററെ, ഇതിപ്പോഴെങ്ങാനും ശരിയാവൂ? പൊന്നു സ്വാമി, ഇതതിന് മൊത്തം വലിയ പണിയൊന്നുമില്ല. ഈ ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ്. ഓ, തന്നെ കൊണ്ടുവരപ്പ അനുഗ്രഹിക്കും. എനിക്കാണെങ്കിൽ ഇതില്ലാതെ ഒന്നും നടക്കില്ല. അല്ല സ്വാമി, അപ്പോ സ്വാമിക്ക് പ്രഭാതകർമ്മങ്ങൾക്കും വേണോ ഈ സാധനം? ഹൈ, ഏതാ ഈ പോങ്ങൻ? സ്വാമി, നമ്മുടെ ഒരു ശിഷ്യനാണ് ഫൈസല്. ഇനി വേറൊരുത്തിനും കൂടി ഉണ്ട്. ആ ചായ പിടിക്കാൻ വേണ്ടി വിട്ടേ. കേട്ടോ പീറ്ററെ, അടി രാവിലെ 5 മണിയാകുമ്പോൾ അമ്പലത്തിലെത്തണം. എനിക്കാണെങ്കിൽ വണ്ടിയിൽ യാതൊരു എത്താനും പറ്റില്ല. അമ്പോ, അപ്പൊ സ്വാമിക്ക് പേടിയൊന്നുമില്ല? പേടിയോ? എന്തിന്? ദൈവത്തിനെ ആരാധിക്കണേ എനിക്കെന്തിനാണോ പേടി? അല്ല സ്വാമി, ഞാൻ ഒരു കാര്യം ചോദിച്ചു. എന്താ? അല്ല, സ്വാമിനെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ അമ്പലത്തിൽ ദൈവത്തിനെ കണ്ടു, അങ്ങനെ കണ്ടു എന്നൊക്കെ. അങ്ങനെ വല്ല കഥയുണ്ടോ? ഉണ്ടോണോ? എത്ര കഥ കേൾക്കണം എനിക്ക്? ഒരു 1-2 കേട്ടാൽ കൊള്ളാം. ഒരു ദിവസം രാവിലെ 4:30 മണി കുട്ടാ കൂരിട്ട് ഒരു പൂച്ചക്കുഞ്ഞു പോലുമില്ല. ഇതാ നിൽക്കണോ മുന്നിൽ. ആരാ? അപ്പൻ. നിങ്ങളപ്പൻ എന്തിനാ അവിടെ പോയി നിൽക്കണ രാത്രി? അല്ല, അങ്ങേരെന്തിനാണ് അവിടെ പോയിട്ട് രാത്രി? ഹായ്, ഇയാളപ്പനല്ലടോ, സാക്ഷാൽ കുണ്ടൂരപ്പൻ. അടച്ചോനെ, കുണ്ടൂരപ്പനാ? ആ, നീലാസകല നീല നിറം, കാണുമ്പോൾ തന്നെ എന്താ ഒരു തേജസ്. ചുറ്റും വെളിച്ചായതുകൊണ്ട് ഒരു നിഴല് പോലെ കണ്ടു. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് ചോദിക്കുക, മോനെ കൃഷ്ണൻകുട്ടി, ഒരു ചെറുപഴം തരുമെന്ന്. സ്വാമിയുടെ കോലം കണ്ട് ചോദിച്ചായിരിക്കും. ഐ, ഞാനാ നേരത്തെ വന്ന ചെറുപഴം കൊണ്ടിയാ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് ചെറുപഴം എടുത്തിട്ട് വന്നപ്പോൾ അവളെ കാണാനില്ല. അവളെ കാണാനില്ലെന്നോ? ആളെ കാണാനില്ല. എന്നിട്ട് ഞാൻ വണ്ടിമ നോക്കുമ്പോൾ ദേ കിടക്കുന്നു ഒരു കൊലപ്പഴം. അല്ല, ഇത് സ്വാമിയെ പഴം ചെയ്ത് ഈ നേന്ത്രപ്പഴം പറഞ്ഞാൽ വിളിച്ചോണ്ട് പോവാ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. അല്ല പൊന്നു പൈസ, ഇവിടെ അത്യാവശ്യം പണിയെടുക്കുന്നു. ഞാൻ പണിയൊക്കെ എടുത്ത് തീർക്കാൻ നോക്കും. എൻ്റെ ഇടയിൽ അവൻ്റെ ചെറുപഴം നേന്ത്രപ്പഴമൊക്കെ ഇട്ട്. ഇത് പൊന്നാശാനെ, നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല വെച്ചിട്ട് ഈ വിശ്വസിക്കണവരെ ഒരുമാതിരി തൂമ്പിക്കാൻ നടക്കരുത് കേട്ടോ.
പീറ്ററിനൊന്നും വിശ്വാസമല്ലേ? അതല്ലേ സ്വാമി പറഞ്ഞേ, അയാളൊരു നിരീശ്വരവാദിയാണ്. കേട്ടോ പീറ്ററെ, താനൊരു കാര്യം മനസ്സിലാക്കുക, എന്തൊക്കെ വിശ്വാസമില്ല എന്ന് പറഞ്ഞാലും ഈ വിശ്വാസമില്ലാത്ത ആൾക്കാർ ഒരു പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടാവും. ഇത്രയൊക്കെ ഉള്ളൂ വിശ്വാസം എന്ന് പറയണത്. ആ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ആൾക്കാരിലാണല്ലോ അതടിക്ക് പിടി. എൻ്റെ ഒരു സ്വാമി, ഇവിടെ ഒരു പണിക്കാരുണ്ട്. അവ ഇടയ്ക്കിടയ്ക്ക് വിളക്ക് കൊത്തിച്ച് പ്രാർത്ഥിക്കണം. ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. നിനക്കറിയടോ? അല്ല സ്വാമി, നിങ്ങൾ ഈ കാലനൊക്കെ പൂജിക്കുമോ? കാലനോ? എടോ കാലനല്ലാതെ ചാത്തൻ, കുട്ടിച്ചാത്തൻ. കേട്ടോ പീറ്റർ, എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല, പക്ഷെ ചെറുപ്പത്തിൽ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള അറിവുണ്ട്. സ്വാമി, മുത്തച്ഛൻ എന്താ പറഞ്ഞേ? ചാത്തനല്ല, സാക്ഷാൽ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ. ചില്ലറക്കാരനല്ല മക്കളെ. ജാതിമതഭേദമന്യേ മനമുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് അവർ അർഹിക്കുന്ന എന്തു നേടിക്കൊടുക്കുന്ന സാക്ഷാൽ വിഷ്ണുവായ കുട്ടിച്ചാത്തൻ. ആശാനെ, ആ സുദേവ് പറഞ്ഞ ഇപ്പോഴേനും മനസ്സിലായില്ലേ അതിന്റെ പൊരുള്? പൊരുളോ? എന്ത് പൊരുള്? ഒരെണ്ണം കിട്ടുന്നതിനല്ലോ, ഒരൊക്കെ ഇട്ട് അതും കേട്ട് വിശ്വസിച്ചിട്ട് ഇനി ആ പേരും പറഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും മിസ്സായി കഴിഞ്ഞാൽ നിന്റെയൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല വെച്ചിട്ട് ഇതൊന്നും ഇല്ലാതാവും. നീയൊക്കെ എന്താ തേങ്ങടേ പറഞ്ഞത്? ഇവിടെ ചാത്തൻ പറഞ്ഞ ആ ചാത്തണ്ട്. ആ ചാത്തൻ ഉണ്ടായിക്കോട്ടെ. ഇതാ ആരോ വരച്ചുണ്ടായിട്ടുള്ള ഒരു ചിത്രം, അത്രേ ഉള്ളത്. ആ ദേ വരുന്ന അടുത്ത പണി. നിങ്ങളല്ലേ പറഞ്ഞേ ചാത്തനില്ലാന്ന്? ദേ വരുന്ന മുത്ത്. പോയി അരന്ന് മേടിച്ചോ. അതെ അതെ അതെ. ആ പൊട്ടനും കൂടെ ഇല്ല, ഇതൊന്നും കുറച്ചുകൂടെ കൊടുക്കാം. ഇന്നലത്തെ പോലെ അടി കൊള്ളാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓമനിയില്ല, അടി മേടിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ മുങ്ങാൻ പോവാ, വേണി കൊണ്ടോട്ടോ. പീറ്ററെ, എന്നാ കുറച്ച് ടൈറ്റാണ്. പിന്നെ പണിയാണെങ്കിൽ കാര്യമായിട്ടില്ല. മോൾക്ക് സുഖമില്ലാണ്ട് 2-3 ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ട് വെച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ അവൻ്റെ പൈസ ഫുള്ളായിട്ട് അവിടെ കൊണ്ടുവന്നു. என்ன பீட்டுறது குழந்தை மாதிரி பேசிட்டு இருக்கு? நான் உங்ககிட்ட காசு கேட்டேன்னா இல்லைன்னா அது உங்ககிட்ட இருக்கிறத கொடு. அப்புறம் நேற்று வந்து தெரியாம நடந்துச்சு. அந்த பையங்க அவர் வந்து டீ வாங்குறதுக்கு அந்த வழி போயிருக்கு. அவன் வந்துட்டு அவங்ககிட்ட நான் மன்னிப்பு கேட்டேன்னு சொல்லு. வேற பிரச்சனையும் எதுவும் இல்லை. வேற பிரச்சனை. பைசல, உனக்கு காசு ஏதாச்சும் தேவை இருந்தா என்கிட்ட சொல்லு, சரியா? வேற ஒரு விஷயம், உனக்கு தம்பி இருக்காங்களா இல்லை அண்ணன் இருக்காங்களா? அந்த மாதிரி யாருமே இல்லை. ஒன்றுமில்ல, சரி சரி. எதுக்குடா இந்த மாசம் எல்லாம்? போய் வண்டிடுறா, போடா. ആശാനെ, ഇയാൾക്ക് പറ്റി എടാ അതിനടാ ഞാനും ആലോചിക്കണം. എന്നാലും മനുഷ്യന്മാർക്ക് ഇങ്ങനെ മാറ്റം വരും. പലിശ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരുത്തന്നെ കുത്തി വളർത്തിയ ടീമാണ്. അല്ല മാനസാന്തരം സംഭവിച്ചായിരിക്കുമല്ലോടാ. എന്നാലും ഇയാൾക്ക് ഇങ്ങനെ നടക്കണ്, അത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ആ സുഖനായിട്ട് വരുന്നുണ്ടല്ലോ. പിന്നെ ആ അണ്ണനെ ഇവിടുന്ന് അടിയിട്ടെത്രേ, നല്ല അടി എത്ര ഇട്ടിരുന്നു. മാങ്ങോണ്ടൊക്കെ കയറിട്ടിരുന്നത്രേ. മാങ്ങോണ്ടോ? ആ കവലയിൽ വന്നിട്ട് ആരുടെ പൈസ കൊണ്ടിറങ്ങി. നന്നായിന്നോ?
പറഞ്ഞിട്ടായിരുന്നു നല്ല അടിയിട്ടാണ് എന്തായാലും ഇല്ലേ വൈകുന്നേരം ആശാനെ ഇപ്പൊ സംഭവം പിടികിട്ടിയ എന്ത് സംഭവം? മാങ്ങ കൊണ്ടുള്ള ഏറ് ഇവിടെ ആരെ മാങ്ങ കൊണ്ട് കളിക്കാറുള്ളത്? എടാ നീ എന്താണ് ഈ പറയണത്? ആ കാറ്റടിച്ച വീണ് പോണ മറ്റേ ഓമന അയാളെ പിടിച്ച് തല്ലി എന്നാണ് പറയണത്. ഓമനെന്നെ ആവണമെന്നില്ലല്ലോ, പിന്നെ മറ്റവനെ ആവാലോ, ചാത്തൻ. നീ ഒന്ന് തെളിച്ച് പറ. ആശാനെ കഴിഞ്ഞ ദിവസം ആശ അവിടെ ലൈൻ വർക്കിന് പോയ സമയത്ത് ഇവിടെ ഒരു സംഭവം നടന്നു. ഫൈസലാ ഈ വണ്ടി നോക്കാം. വാ. ആരിത്? ദാസനാ? അന്നെ ഞങ്ങൾ കുറേ കണ്ട് കണ്ടിട്ട്. ആകെ വണ്ടി പറ്റി രാവിലെ തന്നെ നോക്കി ചെയിനെ നോക്കാം. എഞ്ചിൻ പരിപാടി ഒന്നും ഇല്ല അപ്പോ? അനക്ക് എഞ്ചിൻ എന്താണെന്ന് അറിയും. ഞാൻ നോക്കാം. നിങ്ങളുടെ നായ അങ്ങനെ ഒരു വർത്താനോ? നോക്കടാ. അവിടെ പീറ്ററാശാൻ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ മെയിൻ. ഞാൻ മനസ്സിലായിക്കോ? സമയമില്ല, രാവിലെ തൊട്ടേ കച്ചറയിലാണ് വെക്കുന്നത്. ഇതുവരെ നോക്കാം. ചെയിനിന്റെ പരിപാടി വെച്ച് ഓമനെ വിളിക്കും. ഓമനെ ഇവനേതാ? ഓമ്പടെ കുറച്ച് കാലമായിട്ടുണ്ടാ. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഓനാല്ലത്. അത് നോക്കാൻ പറയാം. ആടാ ട്ടാ ചെയിൻ നോക്കിട്ടാ. ആ പൊട്ടനെ കൊണ്ട് വലിയ ശല്യയിലൂടെ. അതിനുശേഷം വേറൊരു സംഭവം കൂടെ ഉണ്ടായി. പിറ്റേ ദിവസം ഞാൻ നമ്മളെ ദാസനെ ആ വഴിയിൽ വെച്ച് കണ്ട്. ഓൻ കുഴമ്പ് മേടിച്ച് പോവുകയായിരുന്നു. സംഭവം ഓന് രാത്രി ആരോ പേറിയിട്ടുണ്ട്. അതും മാങ്ങോണ്ടാത്ര ഏറ് കിട്ടിയത്. സംഭവം പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഓമനേനെ തല്ലിയവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഓൻ തന്നെ ചെയ്യണതായിരിക്കാം, അല്ലെങ്കിൽ ചില അന്ധവിശ്വാസങ്ങളൊക്കെ ആശാനെ വിശ്വസിക്കേണ്ടി വരും. ആശാനെ അടുത്തത് ആശാനിട്ടുള്ള പണിയാ. പറഞ്ഞു വെച്ചിടത്തോളം ആശാനാണ് അവൻ അവസാനമായിട്ട് പേറിയത്. ഒരു മാങ്ങേറിനുള്ള വകുപ്പ് കിട്ടുന്നുണ്ട്.